again we are meeting together. നമ്മൾ വെറുതെ ഒരു തെണ്ടൽ ഡേക്ക് വേണ്ടി അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഗണേശ ചതുർത്ഥി ആയിരുന്നെങ്കിൽ ഈ വ്ളോഗിൽ വെറുതെ തെറ്റാ സിറ്റിയിലൊക്കെ പോയിട്ട് അവിടുത്തെ പരിപാടി എന്തെന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, നമ്മളുടെ പരിപാടി എന്തെന്ന് കാണിച്ചു തരാം. അപ്പം എന്നാൽ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. പോണ വഴിക്ക് കാണാം. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഇപ്പോൾ പ്ലാറ്റ്ഫോം പണിയുന്ന എന്നൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടു. അപ്പോൾ പൂനെയിലുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഈ ഔന്ത് ഏരിയ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഹെൽപ്ഫുൾ ആയിരിക്കും. സൗത്തിലോട്ട് പോകുന്ന ട്രെയിനൊക്കെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചാലുവാക്കുന്ന ഒരു ന്യൂസ് ഞാൻ ഇങ്ങനെ കേട്ടു. കണ്ട ഗൈസ്, ഇവിടെ ആദ്യം മതിലില്ലായിരുന്നു, പിന്നെയാണ് മതിൽ വന്നത്. അപ്പുറത്ത് മെട്രോ പാലം, അതിനപ്പുറത്ത് ഈ മതിലിൻ്റെ അപ്പുറത്ത് റെയിൽവേ ട്രാക്ക്, അവിടെ അത് കാണുന്ന ആ മേളിൽ കാണുന്ന മെട്രോ, പിന്നെ താഴെ റോഡും ഉണ്ട്. അവിടെ ഒരു ഹൈവേ പോകണം. ഗൈസ്, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള നോർത്ത് ഇന്ത്യ ഇല്ലേ, ആ ഏറെക്കുറെ ആ സെറ്റപ്പ് തന്നെ ഇത്. ഭയങ്കര വെയില് ഗൈസ്, ഭയങ്കര വെയില്. പഴയ ചൂടില്ല വെയിൽ, പക്ഷെ തണുപ്പ് സമയമായി വരണോണ്ട് ആ ചൂടില്ല, പക്ഷെ വെയില് നല്ലതായിട്ട് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടണമെന്നുണ്ടോ ഗൈസ്? ഈ സിനിമയിലൊക്കെ കാണുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഫീൽ. ഈ ട്രാഫിക് സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മൾ എന്തുകൊണ്ട് ഹെൽമെറ്റ് ഇടുന്നില്ല? അതെ അതെ, എന്താ പൂനെക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ പൂനെക്ക് കൊമ്പില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് അല്ലേ? ഇവിടുത്തെ ആൾക്കാർക്ക് കൊമ്പുണ്ട്, നമുക്കും കൊമ്പുണ്ട്, അത്രേ ഉള്ളൂ. കേരളത്തിൽ വരുമ്പോ കൊമ്പ് തായി ഊരി വെച്ചിട്ട് വരും. അതെ അതെ ഹ്യൂമൻസ്, നമ്മൾ ഇത്രയും പണിവിട്ട് എവിടെയാണ് പോണതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവിടുത്തെ ഒരു ഗല്ലിയിലാണ് കേസ്. ആ ഗല്ലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് നമ്മളെ തിരുവനന്തപുരത്തുള്ളവർക്ക് മനസ്സിലാവും, ബാലരാമപതിരിക്കും പറഞ്ഞ സ്ഥലത്തിൻ്റെ അകത്ത് എൻ്റർ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഫുള്ള് ഈ മറ്റേ ഇലക്ട്രോണിക്സും പരിപാടി എല്ലാം നമുക്ക് കിട്ടും. ഈ കൊച്ചിയിലെ ബ്രോഡ്വേ ഇല്ലേ, ഏറെക്കുറെ ആ സെറ്റപ്പാണ് ഇവിടെ. ഫുള്ള് ഫുഡും പരിപാടിയൊക്കെ കാണിച്ചു തരാം. കണ്ടാ കേസ്, അവിടെ ഒരു മൊബൈൽ കട, ഇവിടെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടാനാണ് കേസ് ഭയങ്കര പാട്. ബാൻ പാർക്ക് പോലും സൗകര്യമൊന്നും ഇതിനകത്തില്ല. അപ്പം അതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ സംഗതി. ഭയങ്കര തിരക്കാണ്, എപ്പോൾ വന്നാലും ഭയങ്കര തിരക്കാണ്. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടു. അതൊരു അമ്പലമാണ് ആ കാണുന്നത് ഗൈസ്, ഈ കാണുന്നത് ഒരു അമ്പലമാണ്. ഓ ഫ്രെയിം ഗൈസ്, ആ കാണുന്നത് ഒരു അമ്പലമാണ്. തോക്കൊക്കെ പിടിച്ച് ഇക്കൊണ്ട് ഗൈസ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ സൂം ചെയ്യണില്ല. വെടി കൊണ്ട് ചാവാൻ വയ്യ ഗൈസ്. ബോംബെ മുട്ടായി, നമ്മൾ നാട്ടിലായിരിക്കുമ്പോഴേ ആ കാണുന്ന ബോംബെ മുട്ടായിനെ ബോംബെ മുട്ടായി എന്ന് പറയും. ഇവിടുത്തെ ആൾക്കാർ ഇതിനെന്ത് പറയും? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ തിരക്ക് ഇതൊന്നും അല്ല, ഇവിടുത്തെ തിരക്ക്. നേരെ ഫോണിൻ്റെ ഗല്ലിയിലോട്ട് പോകാൻ കഴിയും. മറ്റൊരു ഫോൺ കാ ഗല്ലി. അത് നടന്ന് പെൻഡമേന പോലത്തെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. കാണിച്ചില്ല, കൊള്ളാല്ലേ? ആ അതോ ഇരിക്കണ് നമ്മൾ അന്വേഷിച്ച സാധനം. ഭയ്യാ ബൈ. ഓ ഗിംബൽ. അവിടെ സാമ്പിൾ ഇല്ലായിരുന്നു. നമ്മന്ന് കോയമ്പത്തൂർ പോയപ്പോൾ അവൻ പെട്ടി പൊട്ടിച്ച് നമുക്ക് കാണിച്ചു തന്നു. പക്ഷെ ഇവിടെ സാമ്പിൾ ഇല്ല, ഇല്ലെങ്കിൽ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. കുട്ടി നമ്മളത് ടെസ്റ്റ് ചെയ്തപ്പം അതിന് ഷെയ്ക്കുണ്ട്. വില കുറവുള്ള സാധനമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടായിരിക്കും. നമ്മളത് എടുക്കാൻ പോകുന്നില്ലല്ലോ. പക്ഷെ ഒരു iPhone 5s ഞാൻ കണ്ടു, 4500 രൂപയാണ് പറഞ്ഞത്. ഹെഡ്സെറ്റും പരിപാടി സംഗതിയൊക്കെയാണ്. ഫോണിൻ്റെ സർവീസും പരിപാടി എല്ലാം കിട്ടും, എല്ലാം. ഒരു കടയിൽ iPhone SEയുടെ വില ചോദിച്ചപ്പോൾ 8500 രൂപ. വേറെ സ്ഥലത്ത് iPhone 5s 4500 രൂപ പറഞ്ഞു. ഡിമാൻഡ് ഉണ്ടല്ലേ? ഇനി നമ്മൾ ബൺമസ്ക തേടിയുള്ള കാര്യമാണ്. ഇതിനകത്ത് ശരിക്കും കൂടുതൽ കാണിക്കാനൊന്നും ഇല്ല, പക്ഷെ സ്ഥലം കൊള്ളാം. ഫോണിൻ്റെ പരിപാടിക്ക് എല്ലാം അടിപൊളിയാണ്. എന്നാൽ അപ്പുറത്തും പോയി നോക്കി തരാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ബൺമസ്ക തേടിയുള്ള യാത്രയാണ്. ബൺമസ്കയും ചായയും ഈസ് എ വികാരം. അതിനിപ്പോൾ അതങ്ങനെയാണ്, അതൊരു വികാരമേറിയ ഒരു സംഗതിയാണ്. ബൺമസ്ക തേടിയുള്ള യാത്രയായിരുന്നു.
ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഒരു സ്ഥലം കണ്ട്, പക്ഷെ അത് അങ്ങോട്ട് എങ്ങനെയാണ് എത്തിപ്പെടണമെന്നൊരു പിടുത്തല്ല. ഒരു ഗല്ലി കാണിച്ച് ഗല്ലിക്കകത്തൂടെ കയറി വന്നു, ഒരു പിടുത്തല്ല. നോക്കട്ടെ, മാസ്ക് കഴിക്കേണ്ട ഇവിടുത്തെ മിഷൻ നമ്മൾ ഉപേക്ഷിച്ചു. അങ്ങനെ ഒരു കടയേ ഇല്ല എന്നാണ് ഇവിടെ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഗൈസ്, നമ്മൾ ബൺമസ്ക തേടി വന്ന സ്ഥലത്ത് ബൺമസ്ക കിട്ടിയില്ല, പക്ഷെ മസ്താനി കിട്ടി. മാംഗോ മസ്താനി എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 മസ്താനി എടുക്കാം. മസ്താനി കാണിച്ചു തരാം. അലഞ്ഞേട്ടൻ മസ്താനിക്ക് എത്ര രൂപയാന്ന് തരില്ലേ ഗൈസ്? ഇത് ഇവിടുത്തെ വലിയ കോട്ടയാണ്. കോട്ടയുടെ ചരിത്രമൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ കോട്ടയാണ്. ശനിവാർ വാട റാൻഡമായിട്ട് കിട്ടിയ കടയാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് മറ്റേത് ഗൂഗിൾ മാപ്പ് നമ്മൾ നോക്കിപ്പോയതാണ്. ഇത് ഗൂഗിൾ മാപ്പ് ഒന്നുമല്ല, വരണ വഴിയിൽ കണ്ടൊരു കട. റിപ്പയറിങ് മസ്താനി. ഇതാണ് മസ്താനി. കുടിച്ചോ കിടക്കുന്നു. ഇതാണ് മസ്താനി ഗൈസ്. അങ്ങനെയുണ്ട് ഗൈസ്. മസ്താനി അടിപൊളി എന്നാണ് പറഞ്ഞത് അങ്ങോട്ട്. അല്ലേ, കൊള്ളാം കേട്ടാ. അപ്പോൾ ശനിവാർ വാട ഇതിൻ്റെ ബാക്കിൽ ഉള്ള കടയാണ്. മാംഗോ മസ്താനി എന്നാണ് കട. മസ്താനി കുടിച്ചു. ആ ഒരു കുഞ്ഞു ഗ്ലാസിൻ്റെ വില 80 രൂപ. 7 വർഷം മുന്നേ ഞാനിവിടെ വന്ന സമയത്ത് മസ്താനി കുടിച്ചപ്പം 50 രൂപയും 40 രൂപയും കണ്ടായിരുന്നു. 35 to 40 ആ റേഞ്ച് കണ്ടായിരുന്നു. അപ്പം വില ഭയങ്കരമായിട്ട് കൂടിയിരിക്കണു. പക്ഷേ മസ്താനി കൊള്ളായിരുന്നു. 80 രൂപയ്ക്കുള്ള ക്വാണ്ടിറ്റി കുറച്ചും കൂടെ കൂട്ടായിരുന്നു. കുറച്ചും കൂടെ ഇച്ചിരി കയറ്റിത്തരായിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു, നൈസായിരുന്നു. ആ പൈസ പോയെന്നല്ല, പൈസ ഇത്ര ആയതിൻ്റെ വിഷമം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ നല്ലൊരു മസ്താനിയും കഴിച്ച് ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കഴിച്ച്. സൈനിങ് ഓഫാണ്. ഇനി നേരെ വീട്ടിൽ പോകുന്നു. അപ്പം അൺലീസ്റ്റ് ഹ്യൂമൻ സൈനിങ് ഓഫ്. ഇനി വേറെ അൺലീസ്റ്റ് ബ്ലോഗായിട്ട് നമുക്കിനി അടുത്തെപ്പോഴെങ്കിലും കാണാം. അതുവരെ ഇതിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ബൈ ബൈ ഗൈസ്, ബൈ ബൈ.